രക്തസാക്ഷി ഫണ്ട് തിരിമറിക്കാരനായ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച വി കുഞ്ഞികൃഷ്ണനും എം വി ഗോവിന്ദന്റെ കുടുംബവാഴ്ചയ്ക്കെതിരെ മത്സരിച്ച് വിജയിച്ച ടി കെ ഗോവിന്ദൻ മാസ്റ്ററും പക്ഷെ തെറ്റിയില്ല. ഇത്തവണ പാർട്ടി അണികൾ ചിഹ്നം മറന്ന് വോട്ട് ചെയ്യുമെന്നാണ് അവർ രണ്ടുപേരും കേരള ഇൻസൈറ്റിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. മറ്റൊന്നുകൂടി അവർ പറഞ്ഞു, CPM നിലനിൽക്കണം, അതിനാണ് മത്സരരംഗത്തിറങ്ങിയത്. അവർ പറഞ്ഞതായിരുന്നു ശരി. പാർട്ടി നിലനിൽക്കണം എന്നാഗ്രഹിച്ചവരാണ് CPM നേതൃത്വത്തിനെതിരായി അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ഏകാധിപത്യ പ്രവണതയ്ക്കുമെതിരായി വോട്ട് ചെയ്തത്. ഇപ്പോൾ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും നടന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളിൽ ഇക്കാര്യങ്ങളെല്ലാമാണ് മുഴങ്ങിക്കേൾക്കുന്നത്. പാർട്ടി നേതൃത്വവും പാർട്ടി അണികളും രണ്ടു തട്ടിലാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത്. സാധാരണ ജനങ്ങളുമായി സമ്പർക്കമില്ലാതായ മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പാർട്ടി അണികളോടും അതേ സമീപനമാണ് കൈക്കൊണ്ടത്. മുഖ്യമന്ത്രി ഘടകകക്ഷി MLA-മാർക്ക് പോലും അപ്രാപ്യനായിരുന്നു എന്ന് മുമ്പൊരിക്കൽ ഒരു CPI MLA വേദനയോടെ പറഞ്ഞത് ഓർത്തുപോകുന്നു. ആർക്കും കയറി ചെല്ലാമായിരുന്ന പാർട്ടി ഓഫീസുകൾ നേതൃത്വത്തിലുള്ളവരുടെ വൈതാളികരുടെ മാത്രം താവളമായി. വാസ്തവത്തിൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് വല്ലാതെ അകന്നുപോയി. ഇത് തിരുത്താൻ CPM നേതൃത്വം തയ്യാറാവുമോ? CPM പോളിറ്റ് ബ്യൂറോയുടെ വരെ എതിർപ്പുണ്ടായിട്ടും ഇപ്പോഴും പ്രതിപക്ഷ നേതാവായി തുടരാമെന്ന് പിണറായി വിജയൻ തന്നെ തീരുമാനമെടുക്കുമ്പോൾ പാർട്ടി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് ഒന്നും പഠിച്ചില്ലെന്ന് വേണോ മനസ്സിലാക്കാൻ? കേരളം ഇടതുപക്ഷത്തിന് നന്നായി വേരോട്ടമുള്ള മണ്ണാണ്. മാത്രമല്ല ശക്തമായ പ്രതിപക്ഷമെന്നതും കൂടിയേ തീരൂ. ഇതിനെല്ലാം പുറമെ ബംഗാളും ത്രിപുരയും നമുക്ക് മുന്നിലുണ്ട്. കേവലം അധികാരത്തിൽ തുടരാനായി ഹിന്ദുത്വ പ്രീണനം നടത്തി വോട്ട് നേടാനാവുമെന്ന തെറ്റായ സമീപനമാണ് കഴിഞ്ഞ കുറേ കാലമായി CPM തുടർന്നത്. അത് തെറ്റായി പോയി എന്നുകൂടിയാണ് കേരള ജനത അവരെ ബോധ്യപ്പെടുത്തിയത്.